നമസ്കാരം. ഇന്ത്യൻ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി അഥവാ NPA കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. വായ്പാ തിരിച്ചടവിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾ പുലർത്തുന്ന അച്ചടക്കവും കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്നതിൽ ബാങ്കുകൾ കൈക്കൊണ്ട ചിട്ടയായ നടപടികളുമാണ് ഈ മുന്നേറ്റത്തിന് കാരണമായത്. ഒരു വായ്പയ്ക്ക് മേലുള്ള മുതലിൻ്റെയോ പലിശയുടെ തിരിച്ചടവ് 90 ദിവസത്തിൽ കൂടുതൽ വൈകുമ്പോഴാണ് നിഷ്ക്രിയ ആസ്തിയായി കണക്കാക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾ നൽകിയ ഒരു ലോണിന്മേലുള്ള മുതൽ തുകയുടെയും പലിശയുടെയും തിരിച്ചടവ് 90 ദിവസത്തിലധികം വൈകിയാൽ ആ വായ്പ നിഷ്ക്രിയ ആസ്തിയായി കണക്കാക്കും. തുടർന്നും തിരിച്ചടവ് നീളുകയാണെങ്കിൽ ക്രമേണ അത് കിട്ടാക്കടമായി മാറുകയും പിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എഴുതി തള്ളേണ്ടി വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ കടം എഴുതി തള്ളുമ്പോൾ അത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമത കുറയ്ക്കുകയും ചെയ്യും. ഉയർന്ന തോതിലുള്ള നിഷ്ക്രിയ ആസ്തി ധനകാര്യ സ്ഥാപനങ്ങളുടെ നിക്ഷേപ സമാഹരണം ശ്രമകരമാക്കുകയും ഇത് സ്ഥാപനത്തിൻ്റെ വായ്പാ വിതരണത്തിനുള്ള ശേഷി വളർത്തുകയും ചെയ്യും. കഴിഞ്ഞ വർഷം മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം ബാങ്കുകളുടെ മൊത്തം നിഷ്ക്രിയ ആസ്തി 2.31% കുറഞ്ഞത്. 2018 ഇത് 11.46% ബാങ്കുകളുടെ അറ്റ നിഷ്ക്രിയ ആസ്തി 0.52% രേഖപ്പെടുത്തി. പൊതുമേഖലാ ബാങ്കുകളും നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2021 9.11% നിന്ന് ഇവയുടെ മൊത്തം NPA കഴിഞ്ഞ വർഷം 2.58% താഴ്ന്നു. പ്രൊവിഷനിംഗ് ഉൾപ്പെടെയുള്ള ചിട്ടയായ നടപടികൾ ഈ നേട്ടത്തിന് സഹായകമായി. നിഷ്ക്രിയ ആസ്തിയിലെ കുറവിനൊപ്പം ബാങ്കുകൾ ലാഭക്ഷമതയിലും വലിയ മുന്നേറ്റം നടത്തി. 2022-23 സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ 1.05 ലക്ഷം കോടി രൂപയുടെ ലാഭം നേടി. 2024-25 സാമ്പത്തിക വർഷത്തോടെ ഇത് 1.78 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ മൊത്തം ലാഭം ഇതേ കാലയളവിൽ 4.01 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബാങ്കുകളുടെ ആഭ്യന്തര നിക്ഷേപം 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. 2015 88.35 ലക്ഷം കോടി രൂപയായിരുന്ന നിക്ഷേപം കഴിഞ്ഞ വർഷം 231.90 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കോവിഡ് കാലത്തിന് ശേഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ ഉയർത്തിയതിനെ തുടർന്ന് ബാങ്ക് നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷകമായതാണ് ഇതിന് കാരണം. വായ്പാ വിതരണത്തിലും ബാങ്കുകൾ കാര്യമായ മുന്നേറ്റം നടത്തി.